ചെയ്ത സേവനങ്ങൾക്കെല്ലാം കൂടി എന്റെ 4 പഴയ സാരി, ദാസേട്ടന്റെ 25 രൂപ മതിയോ? പിന്നെന്ത് വേണമെന്നാണ് രത്നം പറയുന്നത്? സഹതാപം അത്ര മതി. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ മുമ്പിലും പരിസരത്തിലും കാണുമ്പോൾ വലിയ അസ്വസ്ഥതയാവും അല്ലേ? ചെയ്ത സേവനങ്ങൾക്കെല്ലാം കൂടി എന്റെ കുറച്ച് പഴയ സാരി, ദാസേട്ടന്റെ വക കുറച്ച് പണം. എത്രയാ ഉദ്ദേശം? 25ഓ 30ഓ? പിന്നെ എന്ത് വേണമെന്ന് രത്നം പറയുന്നത്? അത്രയൊക്കെ മതി ഔദാര്യം. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ മുമ്പിലും പരിസരത്തും കാണുമ്പോൾ വലിയ അസ്വസ്ഥതയാവൂലേ? വേഗം ഒഴിവാക്ക. പക്ഷേ ദാസേട്ടൻ ആള് വിദഗ്ധനാണ്. രത്നം എന്താ പറഞ്ഞത്? ക്ലവർ. ദാസേട്ടൻ മിടുക്കനാണെന്ന്. ഒരപകടം ഉണ്ടാക്കിയില്ലല്ലോ. അപവാദം, സത്യാഗ്രഹം, ഭീഷണി. യു ആർ ക്ലവർ, വെരി വെരി ക്ലവർ. ദാസേട്ടനാള് വിദഗ്ധനാണ്, ക്ലെവർ. ഒരു അപകടം സംഭവിച്ചില്ലല്ലോ. അപവാദം, സത്യാഗ്രഹം, ഭീഷണി ഒന്നുമില്ല. ക്ലെവർ. യു ആർ വെരി ക്ലെവർ. ഞാൻ പലപ്പോഴും ആണുങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട്. സപ്പോസ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്, സപ്പോസ് ഫോർ ദ സേക്ക് ഓഫ് എ ഹൈപ്പോത്തസിസ്. പഠിച്ച ലോജിക്ക് വെക്കേണ്ടത് വെച്ചാൽ മതി. ഇടയ്ക്ക് പൊടിവെട്ടി എടുത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? സപ്പോസ് നമ്മുടെ കല്യാണ രാത്രിയിൽ ഞാനൊരു കന്യകയല്ല എന്ന് കണ്ടിരുന്നെങ്കിൽ ദാസേട്ടന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവൾ വേലക്കാരി. ഏത് കണ്ടീഷനിൽ ഏൽക്കാൻ ഏതെങ്കിലും സാധുക്കൾ ഉണ്ടാവും അല്ലേ? ഞാൻ ഈ ആണുങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട്. ഒരു വാദത്തിന് വേണ്ടി പറയട്ടെ. പഠിച്ച ലോജിക്ക് വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ മതി. ഇടയ്ക്ക് പൊടിതട്ടി എടുത്തില്ലെങ്കിൽ മറന്നുപോവില്ലേ? സപ്പോസ് കല്യാണത്തിന് ശേഷം എനിക്ക് മുമ്പ് ഒരു എഫയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദാസന്റെ റിയാക്ഷൻ? അവള് വേലക്കാരി. ഏത് കണ്ടീഷനിലും ഏൽക്കാൻ ഏതെങ്കിലും സാധുക്കളുണ്ടാവും. വിനീത വിധേയ ദാസികളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. യു ഹിപ്പോക്രാറ്റ്, യു മിസറബിൾ ഹിപ്പോക്രാറ്റ്. തുടങ്ങിയോ തലേക്കറ? യു മിസറബിൾ ഹിപ്പോക്രാറ്റ്. വിനീത വിധേയരായ ദാസി പെണ്ണുകളെ മാത്രം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അല്ല,